ഹലോ ഫ്രണ്ട്സ്, ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഇപ്പം മിക്കപ്പോഴും വീട്ടിലൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പുറത്തിറങ്ങിയുള്ള കറക്കമൊക്കെ കുറവാണ്. എങ്കിലും ഒന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല, കാനഡയിലോട്ട് നേഴ്സസിന് PT അക്സെപ്റ്റഡ് ആയെന്നൊരു വീഡിയോ ചെയ്തതിന് പിന്നെ ഒരുപാട് മെസ്സേജസ് ഒക്കെ വന്നിരുന്നു. എക്സ്പീരിയൻസ് എത്ര വേണം, പ്രോസസ്സിങ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച്. അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ പുറത്ത് പോയി ചെയ്യാവുന്നൊരു ചിന്തയോടും കൂടെ ആണ് ഇറങ്ങിയത്. പക്ഷേ സംഭവം ചീറ്റിപ്പോയി. കാരണം ഒരുപാട് കാറ്റൊക്കെ ആയിരുന്നു, പിന്നെ വണ്ടികൾ പോകുന്നതിൻ്റെ ശബ്ദവും, അതുകൊണ്ട് വേണ്ട രീതിയിൽ എടുക്കാൻ പറ്റിയില്ല. ഇനി അപ്ലോഡ് ചെയ്യാനുള്ള കോൺഫിഡൻസും ഇല്ല. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് DC ബുക്സിലോട്ടാണ്. അവിടെ ഒരു ബുക്ക് ഫെസ്റ്റ് നടക്കുന്നത് കേട്ടു. ഇങ്ങനെ ബുക്ക് ഫെസ്റ്റിലൊക്കെയാണ് വിലക്കുറവിന് നമുക്ക് പുസ്തകം കിട്ടും. ബുക്കുകളൊക്കെ വായിച്ചിട്ട് കുറേ നാളായി. നേരത്തെയൊക്കെ ഒരുപാട് വായിക്കുമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകപ്പോഴും അല്ല, പക്ഷേ എങ്കിലും അത്യാവശ്യമൊക്കെ വായിക്കുമായിരുന്നു. കൂടുതലും ജീവചരിത്രങ്ങളും ആത്മകഥകളും ഒക്കെയാണ് വായിക്കുന്നത്. അതൊക്കെ നമുക്ക് ഒരു മോട്ടിവേഷൻ തരുന്നതുകൊണ്ട് കൂടുതലും ഞാൻ അതൊക്കെയാണ് പ്രിഫർ ചെയ്തത്. ഇപ്പോൾ ഈ രണ്ട് വാക്കുകൾ പറയാനൊരു കാരണം കൊണ്ടുണ്ട്. നമ്മുടെ PT ആൻസർ ഷോർട്ട് ക്വസ്റ്റിൻ്റെ അകത്ത് അതുപോലൊരു ചോദ്യമുണ്ട്. വാട്ട് കൈൻഡ് ഓഫ് ബുക്ക് ഈസ് റിട്ടൺ ബൈ എ പേഴ്സൺ അബൌട്ട് ഹിസ് ഓർ ഹെർ ഓൺ ലൈഫ്? സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒരാൾ എഴുതുകയാണെങ്കിൽ ആ പുസ്തകത്തിന് എന്തായിരിക്കും പേര് പറയുക എന്നൊരു ചോദ്യമുണ്ട്. ഓട്ടോബയോഗ്രഫി, ആത്മകഥ. വേറൊരാൾ എഴുതുകയാണെങ്കിൽ അതിന് ജീവചരിത്രം, ബയോഗ്രഫി എന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ രണ്ട് പുസ്തകമാണ് എടുത്തത്. ഒന്ന് സ്പ്രെഡിങ് ജോയ്, നമ്മുടെ ജോയി ആലൂക്കാ സാറിൻ്റെ ആത്മകഥ. പിന്നെ ഉങ്ങളിൽ ഒരുവൻ എന്ന് പറഞ്ഞ നമ്മുടെ തലൈവർ, തമിഴ്നാടിൻ്റെ ചീഫ് മിനിസ്റ്റർ MK സ്റ്റാലിൻ്റെ 23 വയസ്സ് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ആത്മകഥ. പിന്നെ കുറച്ച് ചെറിയ പുസ്തകങ്ങളുമാണ് എടുത്തത്, കുറച്ച് വൊക്കാബുലറി ബിൽഡിങ്ങിന് വേണ്ടി. അപ്പോൾ ഈ ബുക്കുകളൊക്കെ വായിച്ചിട്ട് റിവ്യൂ ഇടാം. പിന്നെ കാനഡയിൽ നേഴ്സസിനെ കുറിച്ചുള്ള വീഡിയോയും അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരെ ബൈ.